ഗായ്സ് ദച്ചോട്ടിനും കൂടെ വന്നിട്ടുണ്ട് ഗായ്സ്. ദച്ചോ അല്ല ഒരു ആവശ്യം വരുമ്പോ അങ്ങനെ തന്നെയാണ്. ഹായ് 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 പറ ഹായ് പറ ഹായ് ഇവിടെ 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 ഹായ് ഹായ്. അപ്പൊ ഗായ്സ് നാളെ എന്താണ്? വിഷു. നാളെ വിഷു ആണ് ഗൈസ്. അപ്പം നമുക്ക് വിഷുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എന്താണ് ഗൗതമന്റെ വിഷു ഓർമ്മകൾ? പറയൂ. വിഷു ഓർമ്മകൾ എന്താണെന്ന് വെച്ചാല് ഞങ്ങളെ പെരുവായില് വീട്ടിൽ വെച്ചിട്ട് നല്ലൊരു സ്കൈ ഷോട്ട് പടക്കം പൊട്ടിക്കുന്നു. പടക്കം പൊട്ടിക്കണാണെന്ന് വിഷു ഓർമ്മ. അല്ല, പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുമ്പോ അതിൽ സ്റ്റേബിൾ ആക്കാൻ ഞങ്ങൾ വിട്ടുപോയി. സ്റ്റേബിൾ ആക്കാൻ വിട്ടുപോയി. എന്നിട്ട് അത് അവിടെ പോയി. സ്കൈ ഷോട്ട് അവിടെ പോയി. ആരാന്റെ വീട്ടിൽ പോയി പൊട്ടിയോ? സ്കൈ ഷോട്ട് നേരെ മറഞ്ഞ് ഞങ്ങളെ വീട് മൊത്തം പൊട്ടി. മൈ ഗോഡ്. ഇതാണ് എന്റെ വിഷു. ദച്ചുവിന്റെ ആദ്യത്തെ വിഷു ആണ് പറയ്. ദച്ചുവിന്റെ ആദ്യത്തെ വിഷു ആണ് പറയ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് വിഷു. യേ. ശിവാനിന്റെ എന്താണ് വിഷു ഓർമ്മകൾ? പറയൂ, പങ്കുവെക്കൂ. പ്രത്യേകിച്ച് ഓർമ്മയൊന്നും ഇല്ല വിഷുവിന്റെ പറയുമ്പോ. സദ്യ കഴിക്കണം മാത്രമാണ് വിഷു ഓർമ്മ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കണി മാളികപ്പുറമാണ്. മാളികപ്പുറം വിഷു കഴിഞ്ഞ പിറ്റേന്ന് മലക്ക് പോവാണ്. ഒരാളും കൂടെ ഉണ്ടല്ലോ, കിങ്ങിനെ കുറച്ചും ഷൈ ടൈപ്പാണ്. അതുകൊണ്ട് കിങ്ങിനെ ഓടിപ്പോയി ഗൈസ് അല്ലേ. അപ്പം എൻ്റെ വിഷുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ പറയാനുണ്ടോ. എന്താ കാരണം? ബിക്കോസ് ഞാൻ നിങ്ങളെക്കാളും വലുതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ വിഷു ഉണ്ട്. ഞാൻ കുറേ വിഷു ആഘോഷിച്ചിട്ടുണ്ട്. 25 വിഷു ആഘോഷിച്ചതാണ്. എടാ 20 അതിങ്ങനെ എടുത്ത് പറയണമെന്നില്ല, വല്ലപ്പോഴൊക്കെ പറഞ്ഞാൽ മതി. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതാ ഇവിടെ ഒരു കണിക്കുന്നതിൻ്റെ മരം ഉണ്ടായിരുന്നു ഗൈസ്. നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം നിന്നെ എടുത്തോണ്ട് വന്നിട്ട് ഈ കണിക്കുന്നതിൻ്റെ മരത്തിൻ്റെ മുകളിൽ പൂവൊക്കെ പറിച്ചിട്ടുണ്ട് നമ്മൾ. അന്ന് ചെറുതായിരുന്നു, ഒന്ന് വലുതായി. കണ്ടോ, വലുപ്പണ്ട് ഡബറാ വലിയ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള സംഭവം. ഇവിടെ ഇങ്ങനെ ഒരു കണിക്കൊന്നതിൻ്റെ മരം ഉണ്ടായിരുന്നു. പക്ഷേ ആ മരം കുറച്ച് മുന്നേ വെട്ടി. ആ വെട്ടിയത് കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് കണി വെക്കാൻ എന്തില്ല, കണിക്കൊന്നയില്ല. ചിരിക്കുന്നതാ. കണിക്കൊന്നല്ല കണി വെക്കേ. കണിക്കൊന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെന്താ പറഞ്ഞോളി. നിങ്ങൾ പറയും. നിങ്ങൾ വിഷു നിങ്ങളൊരു വിഷുവിൻ്റെ ഒരു സംഭവം നിങ്ങൾ പറയണമല്ലോ, പറയണ്ടേ? കിങ്ങിണി ഒന്ന് വേഗം വരുവോ? വിഷുവിലിപ്പോ മെയിനായിട്ട് നമ്മള് സദ്യ കഴിക്കും. അടിപൊളി പായസം വെച്ചാണ്ടാവും. ഓ, അടപ്രഥമന്റെ ഫാൻ കുട്ടി ഒന്ന് വരുവോ? ആ കുട്ടി എപ്പോഴും ലേറ്റ് ആണ് ഗൈസ്. കിങ്ങിണി ഇവരെല്ലാവരും വിഷു അനുഭവത്തെ പറ്റി ഞങ്ങൾ ചോദിച്ചു. ഇനി കിങ്ങിണീൻ്റെ വിഷു അനുഭവത്തെ പറ്റി പറയും. കിങ്ങിണി എൻ്റെ വിഷു അനുഭവത്തെ പറ്റി പറയും. എന്താണ് വിഷു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്? പടക്കം പൊട്ടിക്കൽ മാത്രമാണ് എൻ്റെ വിഷുവിലേക്കുള്ള സംഭവങ്ങൾ. കണി കാണും നേരം പിന്നെ തലയൊറിയണം. കുട്ടി നാണം വന്ന് ഓടിപ്പോയി ഗൈസ്. അതാണ് സംഭവം. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിൻ്റെ സമയത്ത്, വിഷു ആവുന്ന സമയത്ത് പണ്ട് എന്താ പറയുക, വെക്കേഷൻ ആണല്ലോ ഓൾറെഡി. അപ്പോൾ നമ്മളെന്താക്കും, തലേന്ന് വേഗം കണിക്കൊന്ന പറിക്കും. പിന്നെ കണിത്തീയിടും. അതറിയോ? ചണ്ടി കൂട്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ കണിത്തീയിടും. വല്ലതും അറിയോ? ഇപ്പം ഞങ്ങൾ 2 പടക്കം പൊട്ടിച്ചു. അത് 6 വർഷം മുന്നത്തെ 2 പടക്കം, 2 കുരുവി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പൊട്ടിച്ചു. ഇതാ അവിടെ വേസ്റ്റ് കിടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങളിതാ അവിടെ ആ ബാക്കിൽ അവിടെ കൊണ്ടുപോയിട്ട് തീയിടും വൈകുന്നേരം ആകുമ്പോൾ. അത് കണിത്തീയിടാന്ന് പറയും. പിന്നെ രാവിലെ ആകുമ്പോൾ വലിയമ്മ വിളിച്ചെണീപ്പിക്കും. വിഷുക്കണി കാണും. പിന്നെ കണ്ണുപത്തി വിഷുക്കണി കാണും. പിന്നെ ഒരു കോമ്പല പടക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്താക്കും, ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ കണി കണ്ടതിന് ശേഷം പടക്കം പൊട്ടിക്കും. സ്വാഭാവികം. ഉച്ചയായില്ല, രാവിലെയാണ്. അങ്ങനെ കണി കണ്ടേം പാടെ ശാന്തവല്യമ്മ ഉള്ളപ്പോൾ ശാന്തവല്യമ്മ നമുക്ക് കൈനീട്ടം തരുമായിരുന്നു. കാരണം വെക്കേഷൻ ആയാൽ മാർച്ച് ലാസ്റ്റ് ഡേയോ അല്ലെങ്കിൽ ഏപ്രിൽ 1 ശാന്തവല്യമ്മ വരും തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ വന്നിട്ട് പിന്നെ നമുക്ക് ഫസ്റ്റ് കൈനീട്ടം എപ്പോഴും ശാന്തവല്യമ്മേൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടാറ്. പക്ഷേ ഇക്കൊല്ലം ശാന്തവല്യമ്മ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് മിസ് ചെയ്യും അല്ലേ? എല്ലാവർക്കും തരലില്ലേനോ? കൈനീട്ടം തരലില്ലേനോ? അപ്പോൾ ഇപ്രാവശ്യം ഫസ്റ്റ് കൈനീട്ടം എന്തായാലും മിസ്സായി. പക്ഷെ എനിക്ക് ഫസ്റ്റ് കൈനീട്ടം ഇപ്രാവശ്യം കിട്ടി ഗൈസ്. ഞങ്ങൾക്കൊക്കെ കൈനീട്ടം മീനു ചേച്ചിന്റെ
അവിടെ 2 പേർ 2 അഭയാർത്ഥികൾ പാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് ഗായ്സ്. അവർ പോവുകയാണ്. വിഷു ആയിട്ട് ഗൗതമനും ഗേയും ഇവിടുന്ന് പോവുകയാണ്. സോറി, കിങ്ങിണിയും ഗൗതമനും പോവുകയാണ് പെരുവയലിൽ. വീട്ടിൽ കണിയൊക്കെ കണ്ടിട്ട് നാളെ വരുമെന്നാണ് പറയുന്നത്. ശിവാനി ഇവിടെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ രാത്രി ചേച്ചി വിഷു അനുഭവം എന്തെങ്കിലും പറയാനുണ്ടോ? ഏട്ടനോട് ചോദിക്കുന്ന ചേട്ടൻ ആദ്യം ഓടിപ്പോയി ഗൈസ്. പറയൂ സുനിച്ചേച്ചി, പറയൂ എന്തെങ്കിലും. ഇല്ലല്ലോ, ഇന്നെക്കാളും 10 വർഷം കൂടുതൽ വിഷു ആഘോഷിച്ച ആളല്ലേ, പറയ്. അപ്പൊ ഹാപ്പി വിഷു. നാളെ രാവിലെ തന്നെ കണി കണ്ടിട്ട് വരുന്നാണ് പറയുന്നത്. ഗൗതമ ഓക്കെ, ബൈ ബൈ ഗൈസ്. ഇതെന്താ ടാറ്റാ. അപ്പോൾ ഗൗതമനും ഗേയും ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. ഓക്കെ, നാളെ കാണാം.